പോങ്ങൻ എന്തുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോകളൊന്നും ചെയ്യാത്തതെന്ന് വളരെ ആത്മാർത്ഥമായി ചില ഹൈന്ദവ നാമധാരികൾ പോങ്ങനോട് ചോദിച്ചു. ഏതാണ്ട് 6 വർഷമായി ഞാനിവിടെ സംസാരം തുടങ്ങിയിട്ട്. എന്തു പറയണം, എന്തിനു പറയണം, എന്തിനെക്കുറിച്ച് പറയണം, എങ്ങനെ പറയണം, എത്രത്തോളം പറയണം, ആരോട് പറയണം, ഈ കാര്യങ്ങളിൽ എനിക്ക് വളരെ വ്യക്തതയുണ്ടായിരുന്നു ഇതുവരെ. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. ആരോട് പറയണം എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള തിട്ടക്കേട് എന്നെ നല്ല രീതിയിൽ വലച്ചു എന്നുള്ളതാണ് സത്യം. ഞാൻ ഇത്ര നാളും ആരോടാണ് പറഞ്ഞിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ ദേശീയ ബോധത്തോടുകൂടിയുള്ള സംസാരമാകുമ്പോൾ അല്പസ്വല്പം ദേശീയ ബുദ്ധിയുള്ള ഒരു സമൂഹത്തിനോടായിരിക്കും ആ സംസാരം കൂടുതലായിട്ട് നടന്നിട്ടുണ്ടാവുക. അതായത് തീവ്ര വലതുപക്ഷത്തിനോ മിത വലതുപക്ഷത്തിനോ കൂടുതൽ പ്രയോജനം ചെയ്യുന്ന നിലയിലോ അതല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലോ ഉള്ള സംസാരങ്ങളായിരുന്നു ഇവിടെ നിന്ന് സംഭവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ തീവ്ര വലതുഭാഗത്ത് നിൽക്കുന്ന മനുഷ്യർ അല്ലെങ്കിൽ മിതബോധത്തോടെ വലതുപക്ഷത്ത് നിൽക്കുന്ന മനുഷ്യർ ഇവരൊക്കെ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ പോങ്ങന് കടുത്ത എതിരായി മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ വരുമ്പോൾ ആരോടാണോ പറയേണ്ടത് അവർ കേൾക്കാനില്ലാതെ വരുന്ന ഒരു കാലം, സ്വാഭാവികമായിട്ടും ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒരു ആലോചന ആത്മാർത്ഥമായും എന്റെ ഉള്ളിൽ നടക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും നാവടക്കി വെച്ചുകൊണ്ട് ഞാൻ അങ്ങനെ 1-2-3 ദിവസങ്ങളായിട്ട് കഴിയുകയാണ് ചെയ്തത്. നിരാശയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഷ്ടനഷ്ടങ്ങൾ വ്യക്തിപരമായി സംഭവിക്കുന്നതിൽ ഒട്ടും തന്നെ നിരാശയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടിയായിരുന്നില്ല സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ എനിക്ക് വേണ്ടി അല്ലാതെ സംസാരിക്കാൻ മാത്രമുള്ള വലിപ്പം എനിക്കുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് ഒരു വലിയ പരാജയം. പക്ഷേ അവനവന് വേണ്ടി അല്ലാതെ സംസാരിക്കേണ്ടവരൊക്കെ നിയതമായിട്ടുള്ള ഒരു വലിപ്പം നേടിയെടുത്തതിന് ശേഷം മാത്രമേ അത് ചെയ്യാവൂ എന്ന് പറയുന്നത് വിഡ്ഢിത്തമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ബോധ്യം കൊണ്ടാണ് ഞാനിങ്ങനെ സ്വന്തം മൂല്യം ഉയർത്താൻ നോക്കാതെ സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള ഗുണങ്ങൾക്ക് വേണ്ടി, കാരണം സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഈ സമൂഹത്തിൽ സംഭവിക്കുന്ന എല്ലാ മാറ്റങ്ങളും, നല്ല മാറ്റങ്ങളായാലും ചീത്ത മാറ്റങ്ങളായാലും അത് എന്നെ കൂടി ബാധിക്കുന്നതായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അല്പം സ്വാർത്ഥത കലർന്ന ഒരു വിചാരത്തോടു കൂടി തന്നെയാണ് എനിക്ക് മാത്രം നേട്ടമുണ്ടാകണം എന്നുള്ള ആഗ്രഹത്തെക്കാൾ കൂടുതൽ എല്ലാവർക്കും കൂടി നേട്ടമുണ്ടാകുന്ന നിലയിലുള്ള ചിന്തകൾ പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ മൊത്തത്തിലൊരു മാറ്റം സംഭവിക്കുമെന്ന് പറയുന്ന വിചാരത്തോടു കൂടിയാണ് ഞാൻ ഇതുവരെ നാവാട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ദൗർഭാഗ്യവശാൽ തീവ്ര വലതുഭാഗത്ത് നിൽക്കുന്ന മനുഷ്യർ അതല്ലെങ്കിൽ മിതവാദ ബുദ്ധിയോടുകൂടി വലതുപക്ഷത്ത് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ എന്നെ വലിയ നിലയിൽ എതിർക്കാൻ തുടങ്ങി. എന്റെ കാഴ്ചകൾ കുത്തനെ കുറഞ്ഞു. എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തു പോകുന്ന ആളുകളുടെ എണ്ണം കൂടി. അതെന്നെ അത്ഭുതപ്പെടുത്തുകയോ അലോസരപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. പക്ഷെ ഏതോ ഒരു തരത്തിലുള്ള ഒരു മോശം മനോഭാവം എന്നിലുണ്ടാക്കി. അതായത് ഹൈന്ദവരോടുള്ള എന്റെ കാഴ്ചപ്പാടിൽ കാതലായിട്ടുള്ള മാറ്റം വരുന്നത് പോലെ എനിക്ക് തോന്നി. സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഞാൻ ഈ പോങ്സ്കൃതത്തിൽ സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് പലർക്കും ഞാൻ പറയുന്നതിന്റെ ഉള്ളു പിടികിട്ടാറുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പോങ്സ്കൃതത്തിൽ കുറച്ച് ദുർഗ്രഹമായിട്ടുള്ള ഭാഷയിൽ സംസാരിച്ചു എന്ന് ചോദിച്ചാൽ, ബുദ്ധിജീവി പദവി നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പച്ച മലയാളത്തിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പക്ഷേ കേസും നൂലാമാലകളും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്ന് കരുതിക്കൊണ്ട് ഞാൻ വിധ്വംസക പ്രവർത്തനം നടത്തുകയായിരുന്നു പോങ്സ്കൃതത്തിലൂടെ നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഞാനൊരു ഇടത് വിമർശനം പച്ചമലയാളത്തിൽ നടത്തി കഴിഞ്ഞാൽ ആ തരത്തിൽപ്പെട്ട ആളുകളുടെ വിരോധത്തിന് കൂടുതൽ ഞാൻ ഇരപ്പെടും. അതുപോലെ തന്നെ സുടുബുദ്ധിയുള്ള മനുഷ്യർ, അവർക്കും എന്നോട് അതിശക്തമായിട്ടുള്ള വെറുപ്പ് തോന്നും. അപ്പോൾ എനിക്ക് പരിക്ക് പറ്റാത്ത നിലയിൽ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുക, അത് മനസ്സിലാക്കുന്ന ആളുകൾക്ക് എന്താണ് എന്ന് കിട്ടിക്കോട്ടെ. അതിനപ്പുറത്തേക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാതിരുന്നാൽ ഉറക്കം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഉറക്കം നഷ്ടപ്പെട്ടാലും സാരമില്ല, ചില കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്ന ഒരു ചിന്ത എന്റെ ഉള്ളിലേക്ക് വന്നു. ഞാനത് പറയാൻ കാരണം വളരെ ആത്മാർത്ഥമായിട്ട് പറയാം. ഈ ഹൈന്ദവരോടുള്ള എന്റെ ഒരു സമീപനമല്ല, മനോഭാവത്തിൽ അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതിനകത്ത് എനിക്ക് പിശക് പറ്റിയോ എന്ന് പറയുന്ന ഒരു ആലോചനയോടുകൂടിയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഹൈന്ദവ ബുദ്ധരായിട്ടുള്ള മനുഷ്യർ അവരുടെ സൈദ്ധാന്തിക സാമർഥ്യം എന്നേക്കാൾ ഒരുപാട് ഉയർന്നു നിൽക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായത് ശ്രീ ആരിഫ് ഹുസൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നടത്തിയിട്ടുള്ള ഒരു സംസാരത്തിൽ ഹിന്ദുക്കൾ എന്നോട് സമീപിച്ച ഒരു രീതിയുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ ആരിഫ് ഹുസൈനെ വിമർശിച്ചുകൊണ്ടല്ല സംസാരിച്ചത്. പോങ്സ്കൃതത്തിൽ പറഞ്ഞതുകൊണ്ട് അത് വിമർശന ബുദ്ധിയോടുകൂടി പലരും എടുത്തു എന്നുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ വിമർശന ബുദ്ധിയോടെ എന്നെ സമീപിച്ചു എന്നുള്ളതേ ഉള്ളൂ. അവർ തെറ്റിദ്ധരിച്ചതാണ്. യഥാർത്ഥത്തിൽ ഞാൻ ആരിഫ് ഹുസൈനെതിരെയല്ല പറഞ്ഞത്. പകരം ആരിഫ് ഹുസൈന്റെ വീഡിയോകൾക്ക് താഴെ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ടോ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും വാഴ്ത്തിക്കൊണ്ടും സംഘികൾ എന്ന് ഉദ്ദേശിച്ചാൽ ഹൈന്ദവ നാമധാരികൾ ധാരാളമായിട്ട് അതിരുകടന്ന വികാര പ്രകടനം നടത്തുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി വെക്കുന്ന പരിക്ക് ചില്ലറയല്ല എന്ന് പറയുന്ന ഒരു ചിന്തയിൽ നിന്നാണ്. അതാണ് അടിസ്ഥാന ചിന്ത. അത് വെച്ചിട്ടാണ് ഞാൻ ആ സംസാരം നടത്തിയത്. അതിന്റെ കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അത് പറയാനുണ്ടായിട്ടുള്ള കാരണം, കുംഭമേള നടക്കുന്ന സമയത്ത് നമ്മുടെ ഫുട്ബോൾ താരം വിനീത് എന്നല്ലേ പേര് അദ്ദേഹത്തിന്റെ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കൃത്യമായിട്ട്, അദ്ദേഹം എന്തായാലും വളരെ വിമർശന ബുദ്ധിയോടുകൂടി കുംഭമേളയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചു. അത് കണ്ടപ്പോൾ ഹൈന്ദവ നാമധാരികളായിട്ടുള്ള ഒരുപാട് ആളുകൾ വളരെ വൈകാരികമായിട്ട് ഈ വിനീതിനെതിരെ നിലപാടെടുക്കുകയും ചെയ്തു. ഒരുപാട് വിമർശനങ്ങൾ, ചീത്തവിളികൾ അദ്ദേഹത്തിനെതിരെ നടത്തേണ്ടതാണോ
ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ തരത്തിൽപ്പെട്ട ആളുകൾക്ക് വിരോധം തോന്നുന്ന, സങ്കടം തോന്നുന്ന, പ്രയാസം തോന്നുന്ന, വിമർശന ബുദ്ധിയോടെ സമീപിക്കാൻ തോന്നുന്ന നിലയിലുള്ള സംസാരമാണ് വിനീതിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അവരത് പ്രതികരിച്ചു. അപ്പൊ ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഹൈന്ദവരുടെ കാര്യങ്ങളിൽ വിമർശന ബുദ്ധിയോടുകൂടി വിനീത് ഇടപെടുമ്പോൾ ഹൈന്ദവ നാമധാരികൾക്ക് സങ്കടം തോന്നുന്നുണ്ടെങ്കിൽ, ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ ആരിഫ് ഹുസൈൻ പരിഹാസ ബുദ്ധിയോടുകൂടി വിമർശിക്കുമ്പോൾ വിമർശനമല്ല നടക്കുന്നത്, തകർക്കലാണ്, അടിച്ചു തകർക്കലാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ആ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് അത് ഒരു വലിയ അലോസരം സൃഷ്ടിക്കും. ഏതൊരു ഹിന്ദുവിനെയും സംഘിയെന്ന് ഗണിക്കുന്ന കൂട്ടരാണ് സുഡുക്കൾ. സ്വാഭാവികമായിട്ടും ഈ ആരിഫ് ഹുസൈനെ നിരന്തരം ഇങ്ങനെ ഹൈന്ദവ നാമധാരികൾ ഈ രീതിയിലേക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വർഗീയ ധ്രുവീകരണം അതിശക്തമാക്കുന്ന ഒരു നീക്കമാവും. ഹിന്ദുക്കളോടുള്ള പക, വെറുപ്പ്, വിദ്വേഷം മുതലായവ മാത്രമേ ആ സമൂഹത്തിൽ നിന്നുണ്ടാവുള്ളൂ. കാരണം ആരിഫ് ഹുസൈനിൽ നിന്ന് അവർ പൊള്ളലേറ്റുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊള്ളിപ്പിക്കുന്ന ആരിഫ് ഹുസൈൻ തീ പകരുന്ന നിലയിലേക്ക് ഹിന്ദു നാമധാരികൾ ഇടപെടുകയും കൂടി ചെയ്യുമ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന അസന്തുലിതാവസ്ഥ എത്രമാത്രം വലുതാണ്. സൗഹാർദ്ദ ഭാവത്തിൽ, മതസൗഹാർദ്ദത്തിനുണ്ടാക്കുന്ന ആ ഒരു പരിക്കിനെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു തരത്തിലുമുള്ള ഉപദ്രവം ഉണ്ടാവാതെയൊക്കെ സംരക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ പരസ്യമായി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൈന്ദവ നാമധാരികൾ അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സങ്കടം ഉണ്ടാക്കും മറുപക്ഷത്ത് എന്നുള്ളൊരു വിചാരമാണ് എനിക്കുള്ളത്. കാരണം ഹിന്ദുക്കളെ പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് പൊള്ളുന്നില്ലേ? ഹിന്ദു നാമധാരിയായിട്ടുള്ള വിനീത് കുംഭമേളയ്ക്കെതിരെ പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് പൊള്ളുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആരിഫ് ഹുസൈൻ മുസൽമാന്മാരെ അടച്ചങ്ങനെ പറയുമ്പോൾ പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. കാരണം ആ മനുഷ്യൻ ആ മതം പഠിച്ച ആളാണ്. പഠിച്ചതിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടാവുന്ന അസ്വസ്ഥതകളും അല്ലെങ്കിൽ അനുഭവങ്ങളും ഒക്കെ ചേർന്നിട്ടാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായ രൂപീകരണവും നിലപാട് സ്വീകരണവും ഒക്കെ നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. പക്ഷെ അദ്ദേഹം ഒരു സമൂഹത്തിന് എതിരെ സംസാരിക്കുമ്പോൾ അത് ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തൊരു വൃത്തികേടുണ്ട്. ഞാനിത് പറയാൻ കാരണം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനിതാമതിൽ തീർത്തപ്പോൾ ആ വനിതാമതിലിൽ പങ്കെടുക്കാൻ മതവസ്ത്രധാരിണികളായിട്ടുള്ള സ്ത്രീകൾ, മതമംഗകൾ പങ്കെടുത്തപ്പോൾ എന്റെ ഉള്ളൊന്ന് പൊള്ളി. കാരണം അതിന്റെ അകത്തെ വകതിരിവില്ലായ്മയാണ് എന്നെ പൊള്ളിച്ചത്. എന്തൊരു വൃത്തികേടാ അല്ലേ? യഥാർത്ഥത്തിൽ ശബരിമലയിൽ സ്ത്രീകൾ കയറണം എന്നും പറഞ്ഞുകൊണ്ട് മതവസ്ത്രത്തിൽ ജീവിക്കുന്ന മതമംഗമാർ, അത് അവരുടെ വിഷയമല്ലല്ലോ. ഒരു രാഷ്ട്രീയ വിഷയത്തിൽ ഇടപെടുന്നത് പോലല്ല. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം സാധ്യമാക്കണം, അത് നവോത്ഥാനത്തെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മതവസ്ത്രത്തിൽ മതമംഗമാർ ഇറങ്ങി വനിതാ മതിലിന്റെ ഭാഗമാകുന്നത്, അങ്ങനെ മതിൽ തീർക്കുന്നത് നല്ലതല്ല എന്ന ബോധ്യം എനിക്കുള്ളിലുള്ളത് കൊണ്ടാണ് ആരിഫ് ഹുസൈൻ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സമുദായക്കാരെ, അദ്ദേഹത്തിന്റെ സമുദായം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ടവരെ അദ്ദേഹം ഇപ്പോൾ ആ സമുദായത്തിൽ നിന്ന് പുറത്തിറങ്ങി ആ സമുദായത്തിലേക്ക് തീപ്പന്തം എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തീപ്പന്തം ഒരുക്കി കൊടുക്കുന്ന രീതിയിലേക്ക് ഹൈന്ദവ സമൂഹം പെരുമാറുന്നത് നമ്മുടെ നാടിനത്ര നല്ലതല്ല എന്ന് പറയുന്ന ഒരു വിചാരം കൊണ്ടാണ് അന്ന് ഞാൻ അത് പറഞ്ഞത്. അല്ലാതെ ഞാൻ ഒരു വൃത്തികേടും കാണിച്ചതല്ല. കാരണം ഹിന്ദു സമൂഹത്തിന് എതിരാകുന്ന നിലയിൽ ഒരു ഹിന്ദു നാമധാരി എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ ഹിന്ദു നാമധാരികൾക്ക് പൊള്ളുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതേ പൊള്ളലാണ് മറുവശത്തുള്ളതെന്നും നമുക്കുണ്ടാവുന്ന വേദന പോലെ തന്നെയാണ് നമ്മുടെ സഹജീവികൾക്കുണ്ടാകുന്നതെന്നും മനസ്സിലാക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന് ഞാൻ കേട്ട തെറി ചില്ലറയല്ല. എന്നെ എന്തുമാത്രമാണ് ആക്ഷേപിച്ചത്? ഹിന്ദുക്കളാണ് ആക്ഷേപിച്ചത്. ഞാനും ഒരു ഹിന്ദു ആണ്, അല്ലെങ്കിൽ ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചത്, ഹിന്ദു നാമധാരിയായിട്ടുള്ള ഒരാളാണ് ഞാനും. എനിക്ക് കുറച്ച് അത്ഭുതവും അതിശയവും ആ നിലയിൽ തോന്നി. ഇതെന്താണ് ഇങ്ങനെയെന്ന് തോന്നി. കുറച്ച് മനപ്രയാസം എനിക്ക് തോന്നി. പിന്നെ വിചാരിച്ചു പോംസ്കൃതമായതുകൊണ്ട് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെ പറയാൻ എന്തുമാത്രം കാര്യങ്ങളുണ്ട്, എന്തുമാത്രം കാര്യങ്ങൾ. ഇപ്പോൾ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങിയത്, എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ എന്നെ പിരിഞ്ഞു പോകാൻ തുടങ്ങിയത്? 6 വർഷമായിട്ട് ഞാനിവിടെ നടത്തിയിട്ടുള്ള നാവാട്ടങ്ങളെല്ലാം തീർച്ചയായിട്ടും അത് തീവ്ര വലത് വിഭാഗത്തിന് ഗുണപരമാവാൻ സാധ്യതയുള്ള നിലയിൽ തന്നെ. അതുകൊണ്ടാണല്ലോ ഞാൻ നിരന്തരം സംഘി എന്ന വിളിക്ക് ഇരപ്പെട്ടുകൊണ്ടിരുന്നത്, അല്ലേ? എന്നിട്ട് എന്നെ ഒരു അഭിപ്രായ പ്രകടനം ഹൈന്ദവ സംഘടന എന്ന് അവകാശപ്പെടുന്ന ഒരു സംഘടനയ്ക്ക് എതിരെ ഈ പോങ്ങൻ നടത്തിയപ്പോൾ എന്നെ മുച്ചൂടെ മുടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ വന്നു, ഹിന്ദുക്കൾ വന്നു, ഹൈന്ദവ നാമധാരികൾ വന്നു, ഒരു കൂട്ടം സംഘികൾ വന്നു. ഞാൻ അത്രമാത്രം ചീത്ത കേൾക്കേണ്ടവനാണോ? അതിജീവിതം നിന്റെ മുട്ടിച്ചിരിക്കുമെന്ന് പറഞ്ഞ എത്ര പേരുണ്ട്? എന്റെ വാട്സപ്പിനകത്തുണ്ട്, അവരുടെ നമ്പർ ഉൾപ്പെടെ, അവരുടെ ഭീഷണി ഉൾപ്പെടെ എത്ര പേരുടെ തെറി ഞാൻ മേടിച്ചു. അപ്പൊ ഇതുകൊണ്ടൊക്കെ ഒരു ആലോചന വെച്ചു. ആരോടാണ് പറയേണ്ടത്, എന്തിനാണ് പറയേണ്ടത് എന്ന് പറയുന്ന ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഞാൻ കുറച്ച് സമയം മിണ്ടാതിരുന്നത് എന്ന് മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും.